അവരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും ഒറ്റപ്പാലത്തിന്റെ മണ്ണിലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഖാവ് PKS എന്ന് പറയുന്നത് വള്ളുവനാട്ടിന്റെ സ്ഥിരകേന്ദ്രമായ ഒറ്റപ്പാലത്തിന്റെ ഹൃദയത്തുടിപ്പാണ് എന്ന് ഈ മണ്ണിൽ ചാലിച്ച് ചേർത്തുകൊണ്ട് ഇവിടെ ഏറ്റവും ആവേശകരമായ ഉജ്ജ്വലമായ വിളംബരമാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും കണ്ട അന്തരം അടവോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും വെള്ളയാണിപ്പരവും കായംകുളം വെച്ചുള്ളിയും മുള്ളും മുരുക്ക് മൂർക്കൻപാമ്പും എല്ലാവരും കൂടി ഇങ്ങനെ അരിഞ്ഞു മുറുക്കിയ PKS എന്ന് പറയുന്ന മൂന്നക്ഷരത്തെ പാലക്കാടിന്റെ മണ്ണിലങ്ങനെ ഇല്ലാതാക്കി കളയാമെന്ന് ഏതെങ്കിലും ഒരു തമ്പുരാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ ഈ വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രത്തിന് ഒറ്റപ്പാലത്തെ പ്രബുദ്ധമായ പൗരാവലിക്ക് തെല്ലും മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച് ഉജ്ജ്വലമായ വിജയത്തോടുകൂടി ഈ നാടിന്റെ കോൺഗ്രസ് പാരമ്പര്യത്തെ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തിച്ച ചേറ്റൂർ ശങ്കരൻ നായരുടെ കൽപ്പാദം കൊണ്ട് പുണ്യമാകപ്പെട്ട ഈ മണ്ണിൽ KPCC എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ 921 ജന്മം നൽകിയ ഈ ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ശങ്കരനാരായണനും ബാലേട്ടനും പിടിച്ചെടുത്ത ഈ ഒറ്റപ്പാലം ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വപ്നം കാണാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല എന്ന് ഉത്തരമായ രൂപത്തിലുള്ള ഒരു വിളംബരം ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും നടത്തുന്ന ആ തെമ്മാടിത്തരങ്ങളുടെ എല്ലാ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ മലയാളക്കരയുടെ മാനാഭിമാനങ്ങൾക്ക് കളങ്കം ചാർത്തിയവരാണ്. കുടുംബത്തിനും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടി കേരളത്തിന് തീരെഴുതി കൊടുത്ത 10 വർഷം എന്ന് പറയുന്ന പാപം നിറഞ്ഞ കറ നിറഞ്ഞ അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കഴുകിക്കളയാൻ തയ്യാറാകുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഒറ്റപ്പാല മണ്ഡലമായിരിക്കും. ഒറ്റപ്പാല മണ്ഡലത്തിലെ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, ഈ നാടിന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് PK ശശി ഉജ്ജ്വലമായ വിജയത്തോടുകൂടി ഈ മണ്ണിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഒരു MLA പണി? ഇതിന്റെ തൊട്ടടുത്തായിരുന്നു ഷൊർണൂർ മണ്ഡലം. 2011 തൊട്ട് 2016 വരെ അവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLAയുടെ പേര് ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാം, PK ശശി എന്നാണ്. എന്താണ് വികസനം എന്നറിയാതിരുന്ന ഒരു മണ്ഡലത്തെ 16-21 വരെ ഉണ്ടായിരുന്ന ഷൊർണൂർ മണ്ഡലത്തിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം എല്ലാ വിഭാഗത്തിലും അനുഭവവേദ്യമാകുന്ന രൂപത്തിൽ മാറ്റിയെടുത്ത ഒരു മണ്ഡലമാണ് ഷൊർണൂർ മണ്ഡലം. എന്നാൽ ഇവിടെ ആലോചിക്കുക, ഇവിടെ കിഫ്ബിയുടെ പേര് പറഞ്ഞ് വികസനത്തിന്റെ പേര് പറഞ്ഞ് ആ വികസനത്തിന്റെ പേര് പറഞ്ഞ് സംഖ്യ അനുവദിച്ചു നൽകിയാൽ അതിന്റെ 50% കമ്മീഷൻ പ്രവർത്തി തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങുന്ന ഒരു MLA ഈ ഒറ്റപ്പാലത്തിന് അപമാനമാണ്. ആ MLA നമുക്ക് ആവശ്യമില്ല. 2 ഘട്ടമായി ബാക്കി 25% വാങ്ങി 100% കമ്മീഷൻ വാങ്ങി ബന്ധുക്കളുടെ പേരിൽ ഏക്കർ കണക്കിന് സ്ഥലം വാരിക്കൂട്ടലാണ് ഒറ്റപ്പാലത്തെ MLAക്ക് പണിയെങ്കിൽ ഈ മെയ് മാസത്തിൽ ആ MLA വീട്ടിലിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ കമ്മീഷൻ വാങ്ങലല്ല ഒരു MLAയുടെ പണിന് വേണ്ടി സുഖങ്ങളിൽ, ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിബന്ധങ്ങളിലെല്ലാം തന്നെ ഒപ്പമുണ്ടാകുക എന്നാണ് MLA ചെയ്യേണ്ടത്. MLA വല്ല തിണ്ണവിടക്കിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ ചില ആളുകൾ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ നാളെ ഇവിടെ ആരുണ്ടാവില്ല. നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിലും ഇവിടെ ആളുകൾ ഉണ്ടാവും. ശവത്തിൽ നിന്ന് പേരിറങ്ങിപ്പോരുന്നത് പോലെ ഇരുമ്പ് മുറയാൽ സംരക്ഷിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ചില്ലുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളോട് പറയുകയാണ്, ഒന്നുമല്ല, നിങ്ങളെല്ലാം ഇവിടെ ഇല്ലാതെയാവും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇല്ലാതെയാവും എന്ന് പറയുന്ന ആളുകളോട് പറയുക. ആരാണ് ഉണ്ടാകാതിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നെട്ടിപ്പരത്തി പറയുന്നില്ല, ഏറെ അഭിമാനത്തോടു കൂടി പറയുന്നു. നഷ്ടപ്പെട്ടുപോയ ഒറ്റപ്പാലത്തിന്റെ എല്ലാ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും തിരുത്തു പിടിക്കാൻ PK ശശി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ തേര് നയിക്കുമ്പോൾ ആ തേരിനെ തടഞ്ഞു നിർത്താൻ ഒരു തെമ്മാടിക്കൂട്ടത്തിലും സാധ്യമാകില്ല എന്ന് നിങ്ങളെ ഈ നാടിനെ എല്ലാവരെയും ബോധ്യമാകുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അരങ്ങേറുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കാതെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ വീണ്ടെടുക്കാതെ കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരു MLA അല്ലാതെ ഇവിടെ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു MLA ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് PK ശശിയെ
വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നാടും നഗരവും ജനങ്ങളും ഒരുങ്ങി നിൽക്കുന്ന വളരെ ആവേശകരമായ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ സജ്ജമരിക്കാൻ ഇവിടെ എത്തിയവരെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ശശിയേട്ടൻ നിങ്ങളോട് സംസാരിക്കും. സാധാരണ മലയാളത്തിന്റെ ഭാഷയിൽ സംസാരത്തിന് ഒരു ഇടതടവില്ലാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ അറിയാം. അക്ഷരവിരോധികളുടെ കൂട്ടത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ അക്ഷരമെന്ന് പറയുന്നത് വിശപ്പാണെങ്കിലും അത് വായിച്ചാൽ വിശപ്പെല്ലാം തന്നെ പമ്പ കിടക്കുമെന്ന് ജീവിതാനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തിയതാണ് സഖാവ് PKS. ആ PKS ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. സഖാവ് PKS എന്ന മൂന്നക്ഷരം, ആ PKS എന്ന് പറയുന്ന മൂന്നക്ഷരത്തെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഞങ്ങളെ ചങ്കിലെ റോസാപ്പൂവേ, ആയിരം അഭിവാദ്യങ്ങൾ. സഹോദരി സഹോദരന്മാരെ, മിനിഞ്ഞാന്ന് രാത്രി പെട്ടെന്ന് തീരുമാനിച്ചതനുസരിച്ചിട്ടാണ്, മിനിഞ്ഞാന്നല്ല ഇന്നലെ തീരുമാനിച്ചതനുസരിച്ചിട്ടാണ് ഇന്ന് ഈ റോഡ് ഷോ പത്തിരിപ്പാലയിൽ നിന്ന് പ്രചരണം ആരംഭിച്ചത്. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് സ്വന്തം വാഹനങ്ങളിലും വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലുമായി ഇവിടെ എത്തി ഈ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം കുറിച്ച ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഖാക്കളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും വർദ്ധിതമായ ആവേശത്തോടു കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് നൽകാനുള്ള വാഗ്ദാനം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ഷൊർണൂരിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്ക്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ഞാൻ നിങ്ങളോടും പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെ ഏത് പരീക്ഷണ ഘട്ടത്തിലും നിങ്ങൾക്ക് താങ്ങായി, തണലായി, നിങ്ങളുടെ കരുത്തായി, നിങ്ങളുടെ ആത്മവിശ്വാസമായി ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.